നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കുന്നു. വാർത്തകൾ വിശദമായി. ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ ഇന്ന് നിയമസഭയിൽ വെക്കും. സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ വർഷത്തെ തൊഴിൽ വ്യവസായ മേഖലകളിലെ സ്ഥിതി വ്യക്തമാക്കുന്നതാകും റിപ്പോർട്ട്. പ്രളയം എങ്ങനെ ബാധിച്ചു എന്നും റിപ്പോർട്ടിലുണ്ടാകും. പ്രളയ ദുരിതാശ്വാസത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. എന്നാൽ ഇവയിൽ പലതും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രളയം ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് 372 പദ്ധതികളെയാണ്. ഇവയിൽ 50% 2 ദിവസം കൊണ്ട് പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞു. പ്രളയത്തെ തുടർന്ന് ചെളിയിലും വെള്ളത്തിലും മുങ്ങിപ്പോയ പമ്പ് ഹൗസുകളിൽ ആദ്യപടിയായി വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാനും ചെളിയും മാലിന്യങ്ങളും നീക്കാനുമാണ് ശ്രദ്ധ പതിപ്പിച്ചത്. പൂർണ്ണമായും മുങ്ങിപ്പോയ പമ്പ് സെറ്റുകളും ട്രാൻസ്പോർട്ടറുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും അഴിച്ചെടുത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഉണക്കിയെടുത്ത് പ്രവർത്തന സജ്ജമാക്കാനും പൈപ്പ് ലൈനുകളിൽ സംഭവിച്ച സ്ഥാനചലനവും അത് കാരണമുണ്ടായ ലീക്കുകളും പ്രളയജലം ഇറങ്ങിയതിനനുസരിച്ച് സമയബന്ധിതമായി പരിഹരിച്ച് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ജലവിതരണം 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രളയപൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രളയപൂർവ്വസ്ഥിതിയിലെത്താൻ കാലതാമസം നേരിട്ട കുട്ടനാട്, പാണ്ടനാട്, ചെങ്ങന്നൂർ മേഖലകളിൽ കുടിവെള്ള വിതരണം എത്തിക്കുവാൻ കാലതാമസം നേരിട്ടു. സഭാ നടപടികൾ ആരംഭിച്ചു. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇപ്പോൾ കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, സാമ്പത്തിക സർവേ സഭയിൽ എത്തുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാന ആകർഷണം. വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തെ പ്രളയത്തിന് ശേഷമുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയുടെ അവസ്ഥയെ സംബന്ധിച്ച് അറിയാൻ ജനങ്ങൾക്കും സ്വാഭാവികമായി എല്ലാവർക്കും താല്പര്യമുണ്ട്. അതാണ് ഇന്ന് അറിയാൻ പോകുന്നത്. പ്രളയം കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ വളരെ ഗൗരവമായി തന്നെ ബാധിച്ചിരുന്നു. ബഡ്ജറ്റിന് മുന്നോടി ഏത് തരത്തിലുള്ള ബഡ്ജറ്റ് ആവും എന്നതിന് ഒരു സൂചന കൂടിയാവും സാമ്പത്തിക സർവേയാണ് വരുന്നത്. എല്ലാ മേഖലകളിലും പ്രളയം കേരളത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പല മേഖലകളിലും സാമ്പത്തികമായി കേരളം പിന്നോക്കം പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് കേരളത്തിന് ഏത് പരിധിവരെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി എങ്ങനെയാണ് മറികടക്കുന്നത്, ഇതെല്ലാം സംബന്ധിച്ച ഏകദേശം വ്യക്തമായ സൂചനകൾ തന്നെ ഈ സാമ്പത്തിക സർവേയിൽ ഉണ്ടാവും. അടുത്തയിടെ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സർവേ കൂടിയാണ് ഇന്ന് വരുന്നത്. അതോടൊപ്പം ഇന്ന് സഭയിൽ നടക്കുന്ന മറ്റൊരു പ്രധാന നടപടി ഗവർണർ നന്ദി പ്രമേയ ചർച്ച ഇന്ന് പൂർത്തിയാക്കും എന്നുള്ളതാണ്. പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസായി നൽകിയിരിക്കുന്നത് പ്രളയ ദുരിതാശ്വാസം സംബന്ധിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ വീഴ്ചയാണ്. ഈ വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും പ്രതിപക്ഷം ഇന്ന് സർക്കാരിനെതിരെയുള്ള അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിനെ പരമാവധി പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. മുൻകൂട്ടി തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു പ്രളയത്തിന്റെ വിഷയത്തിൽ സർക്കാരിന്റെ വീഴ്ചകളെ പരമാവധി നിയമസഭയിൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി എത്തിയത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആവേശമുണർത്തിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം UDFൽ കീറാമുട്ടിയാവുകയാണ്. ഘടകകക്ഷി നേതാക്കളുമായി രാഹുൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ സീറ്റ് ആവശ്യമുന്നയിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് രംഗത്തു വന്നു. UDF തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ഘടകകക്ഷികളുടെ സീറ്റിനായുള്ള സമ്മർദ്ദം മുന്നണിക്കുള്ളിൽ തലവേദനയാകും. കോൺഗ്രസിന്റെ ബൂത്ത് തല പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും പങ്കെടുപ്പിച്ച് നടത്തിയ നേതൃസംഗമത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ തുടക്കം കുറിക്കാനാണ് കോൺഗ്രസ് തയ്യാറെടുത്തത്. ഘടകകക്ഷി നേതാക്കളുമായി രാഹുൽ ഗാന്ധി നടത്തിയ കൂടിക്കാഴ്ചയോടെ പ്രചാരണ രംഗത്ത് മുന്നേറ്റമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെങ്കിലും തുടക്കത്തിലെ കല്ലുകടിയായി. യോഗത്തിൽ PJ ജോസഫ് രാഹുലിന് മുന്നിൽ ഒരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടതാണ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നത്. കേരള കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ളതിന് പുറമെ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. മാണി ഗ്രൂപ്പിന്റെ ആവശ്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അതൃപ്തിയുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും സീറ്റ് വെട്ടിപ്പിടിക്കലും പിടിച്ചെടുക്കലും UDFന്റെ നയമല്ലെന്നുമായിരുന്നു UDF കൺവീനറുടെ പ്രതികരണം. ഇന്ന് രാഹുൽ ഗാന്ധിയുമായിട്ട് ആശയവിനിമയം നടന്നത് സീറ്റ് ക്ലെയിമിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ അതെല്ലാം UDFന്റെ തലത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേറെ ഡീറ്റെയിൽസിൽ പോയില്ല. UDFന് ഒരു പാരമ്പര്യമുണ്ട്. സീറ്റ് പിടിച്ചെടുക്കാനും സീറ്റ് വെട്ടിപ്പിടിക്കാനും ആരും തയ്യാറാകില്ല. മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് കാര്യമായ അവകാശവാദങ്ങളില്ലെങ്കിലും ജോസഫും കേരള കോൺഗ്രസും നിലപാട് കടുപ്പിച്ചാൽ സീറ്റ് വിഭജനം പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പ്. 3ാമത് സീറ്റ് വേണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചാൽ സീറ്റ് വിഭജനം കടുകട്ടിയാകും. കഴിഞ്ഞ തവണ ഘടകകക്ഷികൾ മത്സരിച്ച സീറ്റ് വീതം വയ്ക്കുക എന്ന ഫോർമുലയാണ് കോൺഗ്രസ് നടപ്പാക്കാൻ പോകുന്നത്. ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് നൽകുക കോൺഗ്രസിന്റെ അജണ്ടയിൽ ഇല്ലെന്ന് സാരം. ഇത് നടപ്പാക്കുകയാണ് ഇനിയുള്ള വെല്ലുവിളിയും. ന്യൂസ് 18 കൊച്ചി. കേരള കോൺഗ്രസ് എമ്മിൽ പിളർപ്പുണ്ടായാൽ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. ജോസഫ് വിഭാഗം മാണിയെ വിട്ട് പുറത്തുവന്നാൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫ്രാൻസിസ് ജോർജും കൂട്ടരും. മാണിക്കൊപ്പമുള്ള അതൃപ്തർ പുറത്തുവരണമെന്ന നിലപാട് ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും വിട്ടുപോയി ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ച ഫ്രാൻസിസ് ജോർജും ഒപ്പമുള്ളവരും പുതിയ സംഭവവികാസങ്ങളെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജോസഫിനൊപ്പമുള്ളവർ അതൃപ്തരാണെന്ന് ഇവർ കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവരെ ഒപ്പം കൂട്ടാനുള്ള നീക്കം ശക്തമാക്കുന്നത്. ആ പ്രസ്ഥാനത്തിലുള്ളവരാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി അതിലവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ധീരമായിട്ടുള്ള ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ച് ഒരു ഘട്ടത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ വരട്ടെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ എടുക്കേണ്ട നിലപാട് അല്ലെങ്കിൽ ഞങ്ങൾ നടത്തേണ്ട ഒരു പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. പഴയ ജോസഫ് വിഭാഗം പുനരുജ്ജീവിപ്പിച്ചാൽ LDF-ൽ മികച്ച പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുവഴി മധ്യ കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാം. എന്നാൽ മാണിയെ പിരിഞ്ഞാലും LDF-ലേക്ക് പോകാൻ ജോസഫ് തയ്യാറാകുമോ എന്ന് ഇനിയും വ്യക്തമല്ല. PJ ജോസഫിനൊപ്പമുള്ളവരുമായി അനൗപചാരിക ചർച്ചകൾ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട്. ന്യൂസ് 18 കോട്ടയം. BJP BDJS സീറ്റ് ധാരണ ഇന്നുണ്ടായേക്കും. പത്തനംതിട്ടയോ തൃശൂരോ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് BDJS തയ്യാറായേക്കുമെന്നാണ് സൂചന. തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭയിലേക്ക് മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഇന്ന് വ്യക്തതയുണ്ടാകും. 6 സീറ്റെന്ന BDJS ആവശ്യത്തോട് BJP ഏറെക്കുറെ അനുകൂല നിലപാടെടുത്തു കഴിഞ്ഞു. പക്ഷേ പത്തനംതിട്ടയും തൃശൂരും വിട്ടു നൽകാനാവില്ലെന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. പകരം ആലപ്പുഴ, കോഴിക്കോട്, വയനാട്, ഇടുക്കി, ചാലക്കുടി, ആലത്തൂർ മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് നിർദ്ദേശം. മികച്ച മത്സരം കാഴ്ചവെക്കാനാകുമെന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ ഒന്നുപോലും ഇതിലില്ലെന്നാണ് BDJSന്റെ വിലയിരുത്തൽ. BJP A ക്ലാസ് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്ന പത്തനംതിട്ടയിലും തൃശൂരിലും പാർട്ടി സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കണമെന്നാണ് നേതൃതലത്തിലുണ്ടായിരിക്കുന്ന ധാരണ. ഈ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് സ്ഥാനാർത്ഥി മോഹികൾ ചരടുവലി ആരംഭിച്ചും കഴിഞ്ഞു. ഇതോടെ BDJS മുൻ നിലപാടിൽ അയവ് വരുത്തുമെന്നാണ് സൂചന. ഇന്ന് ആലപ്പുഴയിൽ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാവും. തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തിറങ്ങുമോ എന്ന കാര്യത്തിലും ഇന്ന് വ്യക്തതയുണ്ടാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശന തിരക്കുകളിലായിരുന്ന BJP ക്യാമ്പും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വേഗത്തിലാക്കാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ SP ചൈത്ര തെരേസ ജോണിനെതിരായ നടപടിയിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്നറിയാം. ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ പരാതിയിൽ വകുപ്പുതല അന്വേഷണം നടന്നെങ്കിലും ചൈത്രയ്ക്കെതിരെ DGP നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ല. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് നിർണായകമാകുന്നത്. പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനിയൊരു നടപടിയിലേക്ക് ഒരുപക്ഷെ സർക്കാർ കടക്കുന്നുണ്ടെങ്കിൽ കടക്കുക. നിലവിൽ ചൈത്ര തെരേസ ജോൺ നടത്തിയ റെയ്ഡുമായി സംബന്ധിച്ച പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അത് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സുബ്രതോ വിശ്വാസനാണ് റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ADGP മനോജ് എബ്രഹാമാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിൽ ചൈത്ര തെരേസ ജോൺ അച്ചടക്കൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായി പാലിച്ച് തന്നെയാണ് നടത്തിയതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അത് റിപ്പോർട്ട് അതേ രീതിയിൽ തന്നെയാണ് DGP സർക്കാരിന് കൈമാറിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ അച്ചടക്ക നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ചൈത്ര തെരേസ ജോണിന്റെ നടപടി തള്ളിപ്പറഞ്ഞ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഇതിനെതിരെ താക്കീതടക്കമുള്ള ചെറിയ നടപടി സ്വീകരിച്ച് വിഷയം അവസാനിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എൻഡോസൾഫാൻ ദുരന്തബാധിതർ വീണ്ടും സമരരംഗത്തേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദുരന്തബാധിതർ ഇന്ന് ഉപവാസ സമരം നടത്തും. ദുരന്തബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച സഹായം ലഭ്യമായില്ലെന്നാരോപിച്ചാണ് സമരം. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, എൻഡോസൾഫാൻ ദുരന്തബാധിതർ ഒരിക്കൽ കൂടി തലസ്ഥാനത്തേക്ക് സമരത്തിന് എത്തുകയാണ്. വലിയ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത്? സർക്കാരിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാകുമായിരിക്കും എൻഡോസൾഫാൻ ദുരന്തബാധിതരുടെ സമരം. നേരത്തെയും ദുരന്തബാധിതർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയപ്പോൾ ഒരു വലിയ ബഹുജന പിന്തുണ സമരത്തിന് കിട്ടിയിരുന്നു. സമാന സാഹചര്യം തന്നെയാണ് വീണ്ടും ഉണ്ടാവുന്നത്. സർക്കാർ വാഗ്ദാന ലംഘനം നടത്തുന്നു എന്നതാണ് സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. 5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്ന സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല. നേരത്തെ സമരം ചെയ്തപ്പോൾ അത്തരം ചില ഉറപ്പുകൾ നൽകിയിരുന്നു, പക്ഷെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഇതിന് പുറമെയാണ് നിരവധി പേർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നു. ഇവരുടെ ചികിത്സയടക്കമുള്ള മറ്റു പ്രശ്നങ്ങളുമുണ്ട്. എൻഡോസൾഫാൻ ദുരന്ത മേഖലകളിൽ നിന്നുള്ള അമ്മമാരും കുട്ടികളുമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരത്തിന് എത്തുന്നത്. 10:00 സമരം ആരംഭിക്കും. കവിയത്രി സുഗതകുമാരിയാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ദയാബായി അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരും ഈ സമരത്തിന്റെ ഭാഗമാകും. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്.
KSRTCയിൽ ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടിയുമായി മാനേജ്മെന്റ്. ഡിപ്പോകൾ മൊബൈൽ ടവറിന് വാടകയ്ക്ക് നൽകിയതിലൂടെ 24.5 കോടി രൂപ KSRTC വരുമാനം നേടി. ഇടനിലക്കാരെ ഒഴിവാക്കി ബസ്സുകളിൽ പരസ്യം പതിക്കാനുള്ള കരാർ നേരിട്ട് നൽകാൻ KSRTC തീരുമാനിച്ചു. നിലവിൽ 2% മാത്രമാണ് KSRTCയിലെ ടിക്കറ്റേതര വരുമാനം. ഇത് 40% ഉയർത്തുകയാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. 3 കമ്പനികൾക്ക് 64 മൊബൈൽ ടവർ സ്ഥാപിക്കാൻ സ്ഥലം നൽകിയ വാടക ഇനത്തിൽ മാത്രം 24.5 കോടി രൂപയാണ് KSRTC സ്വന്തമാക്കിയത്. 32 ടവറുകൾ കൂടി സ്ഥാപിക്കാനുള്ള സ്ഥലം KSRTCക്കുണ്ട്. ഇതിനു പുറമെയാണ് പരസ്യ വരുമാനം ലക്ഷ്യമിട്ടുള്ള നടപടി. ഇനി മുതൽ ഇടനിലക്കാരെ ഒഴിവാക്കി പരസ്യത്തിന് KSRTC നേരിട്ട് കരാർ ക്ഷണിക്കും. പരസ്യ ഫ്ലക്സ് പ്രിന്റ് എടുത്ത് ബസ്സിലൊട്ടിക്കും. പരസ്യ തുകയ്ക്കു പുറമെ അച്ചടിക്കുന്നതിനുള്ള തുക കൂടി നൽകണം. ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിലൂടെ കുറഞ്ഞ നിരക്കിൽ പരസ്യം നൽകാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. 6000-ഓളം ബസ്സുകളാണ് കോർപ്പറേഷനിലുള്ളത്. ഒരു ബസ്സിൽ 120 ചതുരശ്ര അടി പരസ്യം പതിക്കുന്നതിലൂടെ മാസം 1.5 കോടി രൂപ ഈ വിധത്തിൽ വരുമാനം ലഭിക്കുമെന്നാണ് നിഗമനം. മുൻ വർഷങ്ങളിൽ 8 കോടിയോളം രൂപയാണ് പരസ്യ വരുമാനത്തിലൂടെ ലഭിച്ചിരുന്നത്. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ പരസ്യം KSRTCക്ക് കൂടി നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രായപൂർത്തിയാകാത്ത പട്ടികവർഗ വിഭാഗക്കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് OM ജോർജിനെതിരെ പോക്സോ കേസ്. സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോർജ് 1.5 വർഷത്തോളം പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. കുട്ടിയുടെ മാതാപിതാക്കൾ ജോർജിന്റെ വീട്ടിൽ പണി ചെയ്തിരുന്നു. ഒരാഴ്ച മുമ്പ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്ര കേസിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം തുടരും. ക്ഷേത്രം പൊതുക്ഷേത്രമാണെന്നും ആസ്തികൾ വിഗ്രഹത്തിന്റേതാണെന്നുമാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ വാദം. ക്ഷേത്രഭരണത്തിനുള്ള അനുമതിയാണ് രാജകുടുംബം ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ വാദം ഇന്ന് കോടതിയിൽ നടക്കും. ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ച് വാദത്തിനിടയിലോ വാദം പൂർത്തിയായ ശേഷമോ തീരുമാനമെടുക്കാമെന്ന് കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സ്പീക്കർ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടും. അസം പൌരത്വ ബില്ലും അയോധ്യ വിഷയവും സഭയെ പ്രക്ഷുബ്ധമാക്കാനാണ് സാധ്യത. നാളെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുക. മറ്റന്നാളാണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുക. സമ്മേളനം ഫെബ്രുവരി 13 വരെ നീണ്ടുനിൽക്കും. കേന്ദ്ര സർക്കാരിനെതിരായ സർവേ ഫലം പൂഴ്ത്തിയതടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിൽ രാജി. മലയാളിയായ ആക്ടിംഗ് ചെയർമാൻ PC മോഹനൻ, അംഗം JV മീനാക്ഷി എന്നിവർ കമ്മീഷനിൽ നിന്ന് രാജിവെച്ചു. സർക്കാർ കമ്മീഷനെ അവഗണിച്ചുകൊണ്ടാണ് വിവിധ നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്ന് രാജിവെച്ചവർ പറഞ്ഞു. രാജ്യത്തെ സ്ഥിതിവിവരക്കണക്കുമായി ബന്ധപ്പെട്ട ഉന്നതതല സർക്കാർ സമിതിയിലാണ് കേന്ദ്ര സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ചുള്ള രാജി. 2017-18 വർഷത്തെ തൊഴിൽ കണക്കുകൾ സംബന്ധിച്ച് ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തിയ സർവേയുടെ ഫലം പ്രസിദ്ധീകരിക്കാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സർവേയിലെ കണ്ടെത്തൽ സർക്കാരിന് എതിരായതുകൊണ്ടാണ് കമ്മീഷൻ അംഗീകാരത്തിന് ശേഷവും ഫലം പ്രസിദ്ധീകരിക്കാത്തതെന്നാണ് സൂചന. ഇതടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധമറിയിച്ചാണ് മലയാളിയായ ആക്ടിംഗ് ചെയർമാൻ PC മോഹനനും അംഗം JV മീനാക്ഷിയും രാജിവെച്ചത്. സർവേ ഫലം പുറത്തുവന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഇത് സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം വിവാദമായ GDP വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനു മുൻപ് കമ്മീഷനുമായി ചർച്ച നടത്താത്തതിലും രാജിവെച്ച അംഗങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. കമ്മീഷൻ തീരുമാനങ്ങൾ സർക്കാർ അവഗണിക്കുന്നതായും തുടരുന്നതിൽ അർത്ഥമില്ലെന്നും PC മോഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. കമ്മീഷനെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിൽ ആശങ്കയറിയിച്ച് മുൻ അധ്യക്ഷന്മാരും അംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ജോർജ് ഫെർണാണ്ടസിന് വിട പറയാൻ ഡൽഹി. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ജോർജ് ഫെർണാണ്ടസിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഡൽഹിയിൽ നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. ഡൽഹി പഞ്ചശീൽ പാർക്കിലെ വസതിയിൽ പൊതുദർശനത്തിന് വച്ച ഭൌതിക ശരീരത്തിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. ഇന്നലെ രാവിലെ ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി ഓർമ്മ നഷ്ടപ്പെട്ട കഴിയുകയായിരുന്നു. മംഗലാപുരത്ത് ജനിച്ച് വൈദികനാകാൻ പുറപ്പെട്ട ജോർജ് ഫെർണാണ്ടസ്
തൊഴിലാളി വർഗത്തിന്റെ അനിഷേധ്യ നേതാവായി മാറുകയായിരുന്നു. പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലും തിളങ്ങി. വിവാദങ്ങൾ വേട്ടയാടിയെങ്കിലും സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച മനുഷ്യസ്നേഹിയായ രാഷ്ട്രീയ നേതാവാണ് ഓർമ്മയാകുന്നത്. ന്യൂസ് 18 ഡൽഹി. വാർത്തകൾ തുടരുന്നു. പ്രതീക്ഷയോടെ കേരളം. സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിക്കും. പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നവകേരള നിർമ്മാണത്തിന് ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളാകും ബജറ്റിലുണ്ടാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി അവതരിപ്പിക്കുന്ന ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ധനമന്ത്രിയുടെ പെട്ടിയിൽ എന്തൊക്കെ എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. രാജ്യത്ത് GST നിലവിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ സംസ്ഥാന ബജറ്റാണ് ഐസക് നിയമസഭയിൽ നാളെ അവതരിപ്പിക്കുക. പ്രളയ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ വൻകിട പദ്ധതികളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്ന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതിസന്ധിയുണ്ടെങ്കിലും നവകേരള നിർമ്മാണത്തിന് ഊന്നൽ നൽകുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നവോത്ഥാന സന്ദേശ പ്രചരണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. GST വന്നെങ്കിലും സംസ്ഥാനത്തിന്റെ പരിധിയിലുള്ള മദ്യനികുതിയും വർദ്ധിപ്പിക്കില്ല. പകരം വിഭവ സമാഹരണത്തിന് മറ്റെന്തൊക്കെ സാധ്യതകൾ ബജറ്റിലുണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത്. നികുതിയേതര വരുമാന വർധനവിനും പുതിയ സാധ്യതകൾ തേടാം. പ്രളയമുണ്ടാക്കിയ പ്രത്യേക സാഹചര്യങ്ങളെ പഴിചാരാമെങ്കിലും മുൻ ബജറ്റ് പ്രഖ്യാപനങ്ങളോട് എത്ര കണ്ട് നീതി പുലർത്തുമെന്നതാണ് ധനമന്ത്രിക്ക് മുന്നിലുള്ള വെല്ലുവിളി. മുൻ ബജറ്റിലെ നടപ്പാകാത്ത പ്രഖ്യാപനങ്ങൾ സർക്കാരിനെതിരെ പ്രചരണ വിഷയമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുത്തു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തവണ സംസ്ഥാന ബജറ്റ് നേരത്തെയാക്കിയത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ആകർഷക പ്രഖ്യാപനങ്ങളും ധനമന്ത്രിയുടെ പക്കലുണ്ടാകും. രണ്ടാഴ്ചയായി ബജറ്റ് തയ്യാറാക്കുന്ന തിരക്കിലായ ധനമന്ത്രി അവസാന മിനുക്കുപണികളും പൂർത്തിയാക്കിയാണ് നാളെ നിയമസഭയിലെത്തുക. ന്യൂസ് 18 തിരുവനന്തപുരം. ചാരക്കേസിൽ APJ അബ്ദുൽ കലാം അടക്കം സുഹൃത്തുക്കളെന്ന് കരുതിയവർ ഒന്നും സഹായിച്ചില്ല എന്ന് നമ്പി നാരായണൻ. കേസിന് പിന്നിലെ രാജ്യാന്തര ബന്ധങ്ങളെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ധാരണയില്ല. വിക്രം സാരാഭായിയുടെയും ഹോമി ജെ ബാവയുടെയും മരണത്തിലെ ദുരൂഹത നീക്കാനാവാത്തത് എന്തുകൊണ്ടാണെന്നും നമ്പി നാരായണൻ ചോദിച്ചു. ISRO ചാരക്കേസിന്റെ സമയത്ത് ശത്രുക്കളുണ്ടാക്കിയ മുറിവുകളേക്കാൾ വേദനിപ്പിച്ചത് സുഹൃത്തുക്കളെന്ന് കരുതിയവരുടെ നിശബ്ദതയായിരുന്നു. APJ അബ്ദുൽ കലാം അടക്കം ആരും പിന്തുണച്ചില്ല. He's saying that what hurt me maximum was the abuse and curse of my enemies. No, it didn't hurt me. But what hurt me was the silence of my friends. So it can happen to any one of you. See, I'll tell you one thing, we the scientific community are the most fragile community in the world. Very fragile. We don't have the mindset and guts to speak the truth loud and clear. ഇന്ത്യൻ ആണവ പരിപാടിയുടെ പിതാവ് ഹോമി ജെ ബാബയുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിന്റെ ചുരുൾ ഇനിയും അഴിഞ്ഞിട്ടില്ല. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പോലും കണ്ടെത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് ഉറക്കത്തിനിടെയായിരുന്നു വിക്രം സാരാഭായിയുടെ മരണം. രണ്ട് മരണത്തിന്റെയും കാരണം ദുരൂഹമായി തുടരുകയാണ്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പിന് തടയിടാനുള്ള ശ്രമമായിരുന്നോ ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ലെന്നും നമ്പിനാരായണൻ പറഞ്ഞു. കോഴിക്കോട് NIT വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് 18 കോഴിക്കോട്. ഗാന്ധിയൻ അണ്ണാ ഹസാരെ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ. ലോക്പാൽ ലോകായുക്ത നിയമനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചും കർഷകരുടെ കടം എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ടുമാണ് സമരം. സ്വന്തം സ്ഥലമായ റലേഗാൻ സിറ്റിയിലാണ് സമരം ചെയ്യുന്നത്. റഫാൽ ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തുമെന്ന് അണ്ണാ ഹസാരെ പറഞ്ഞിരുന്നു. ബ്രെക്സിറ്റ് കരാറിലെ ഭേദഗതികൾ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കി. ബ്രെക്സിറ്റ് കരാറിലെ ഐറിഷ് അതിർത്തി വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുയർന്ന പ്രശ്നങ്ങൾ മറികടക്കാൻ ടോറി വിഭാഗം MP ഗ്രഹാം ബ്രാഡി കൊണ്ടുവന്ന ഭേദഗതി നിർദ്ദേശം 16 വോട്ടുകൾക്കാണ് പാസായത്. ബ്രെക്സിറ്റിന് ശേഷം വടക്കൻ അയർലൻഡിനും ഐറിഷ് റിപ്പബ്ലിക്കിനും ഇടയിൽ അതിർത്തി നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതടക്കമുള്ള ബദൽ നീക്കങ്ങൾ നടത്താൻ ഇതോടെ അനുമതി ലഭിച്ചു. ബ്രാഡിയുടെ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്ന് വോട്ടെടുപ്പിന് മുൻപ് തെരേസ മേ അഭ്യർത്ഥിച്ചിരുന്നു. ഉപാധികളില്ലാതെ യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള ആദ്യ കരാർ ബ്രിട്ടീഷ് പാർലമെന്റ് വോട്ടിനിട്ട് തള്ളിയിരുന്നു. തുർക്കിയിൽ കൊല്ലപ്പെട്ട സൌദി മാധ്യമപ്രവർത്തകനായ ജമാൽ ഖഷോഗിയുടെ വധത്തെക്കുറിച്ചുള്ള UN അന്വേഷണത്തിന് സൌദി അനുമതി നിഷേധിച്ചു. UN ഉദ്യോഗസ്ഥനായ ആഗ്നസ് കെൽമാർഡിന് ഇസ്താംബുളിലെ കോൺസുലേറ്റിൽ പ്രവേശിക്കുന്നതിനാണ് അനുമതി നിഷേധിച്ചത്. ഇവിടെ വെച്ചായിരുന്നു ഖഷോഗിയെ വധിച്ചത്. കൊലയാളി സംഘം വധം നടത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് ആസിഡിൽ ലയിപ്പിച്ചു എന്നാണ് കേസ്. കൊലപാതകം ആദ്യം നിഷേധിച്ച സൌദി പിന്നീട് സമ്മതിക്കുകയും ഏതാനും പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു.